ആമുഖം കൂടാതൊരു ചിന്ത പങ്കുവയ്ക്കട്ടെ. വേദപുസ്തകത്തിലെ മാർക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 33 മുതൽ 35 വരെയുള്ള വാക്യങ്ങളിൽ ഒരു ചെറിയ സംഭവം ആമുഖമായി ഓർപ്പിക്കുകയാണ്. മാർക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 33 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെ വായിക്കുന്ന ചില വേദഭാഗങ്ങൾ, നമ്മൾ ധ്യാനിക്കുന്ന വേദഭാഗങ്ങൾ എല്ലാവരുടെയും കേൾക്കാനായിട്ട് സിസ്റ്റർ വായിക്കും, ശ്രദ്ധിക്കണം. മാർക്കോസ് 7-ാം അധ്യായം 33 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ. അവനെ പുരുഷാരത്തു നിന്ന് വേറിട്ട് കൂട്ടിക്കൊണ്ടുപോയി അവൻ്റെ ചെവിയിൽ വിരലിട്ടു തുപ്പി അവൻ്റെ നാവിനെ തൊട്ടു. സ്വർഗത്തേക്ക് നോക്കി നെടുവീർപ്പിട്ട് അവനോട് തുറന്നു വരിക എന്ന അർത്ഥമുള്ള എഫഥ എന്ന് പറഞ്ഞു. ഉടനെ അവൻ്റെ ചെവി തുറന്നു, നാവിൻ്റെ കെട്ടും അഴിഞ്ഞിട്ട് അവൻ ശരിയായി സംസാരിച്ചു. ഈ വായിച്ച വേദഭാഗം യേശു കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ സോർ സീദോൻ ദേശം വിട്ട് അവൻ ഗലീല കടൽപ്പുറത്തെത്തി. ഗലീല കടൽപ്പുറത്തെത്തിയപ്പോൾ വിക്കനും ചെകിടനുമായൊരു മനുഷ്യനെ കർത്തൃസന്നിധിയിൽ കൊണ്ടുവന്നു. യേശുവിൻ്റെ ശുശ്രൂഷകളിൽ ധാരാളം അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ ഇതിലൊരു വാക്ക് മാത്രമേ ഞാൻ ആമുഖമായി ഓർപ്പിക്കുന്നുള്ളൂ. കർത്താവ് അവൻ്റെ 2 ചെവികളിലും കൈയിട്ട ശേഷം തുപ്പി, എന്നിട്ട് അവനോടൊരു വാക്ക് പറഞ്ഞു, യഫഥ, തുറന്നു വരിക എന്നർത്ഥമുള്ള യഫഥ എന്ന് പറഞ്ഞു. ഉടനെ അവൻ്റെ നാവിൻ്റെ ബന്ധനമഴിഞ്ഞു, അവൻ സംസാരിക്കാൻ തുടങ്ങി. ഈ രാത്രിയിൽ എൻ്റെ പ്രസംഗ വിഷയം ഈ 3 അക്ഷരമാണ്, യഫഥ, തുറന്നു വരിക എന്ന സന്ദേശം. ഇത് ഞാൻ ആമുഖമായി ഓർപ്പിച്ചതാണ്. യഫഥ എന്ന 3 അക്ഷരമാണ് ഈ രാത്രിയിൽ ഈ പ്രസംഗ വിഷയം, തുറന്നു വരിക. ഇന്ന് എല്ലാ രംഗങ്ങളും അടച്ചിടുന്ന ഒരു പ്രതീതിയാണ്. ഒരു കാലത്ത് നമ്മുടെ സാധാരണ വീടുകൾ രാവിലെ എഴുന്നേറ്റാൽ ഉടനെ വാതിലുകളെല്ലാം തുറന്നിടും, ജനലുകളെല്ലാം തുറന്നിടും. ഇന്ന് എവിടെങ്കിലും തുറന്നിട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് അടച്ചിടും. വീടുകൾക്ക് സാധാരണ മതിലുകളില്ലായിരുന്നു, എല്ലാം തുറന്നിടയ്ക്കായിരുന്നു. ഇന്ന് 1 സെൻറ് ഉള്ളെങ്കിലും എത്രയും പെട്ടെന്ന് അതിനെ മതിൽ കെട്ടി നമ്മൾ അടച്ചിടും. നമ്മുടെ സാഹചര്യങ്ങൾ അതാണിന്ന്. ഇന്ന് എല്ലാ രംഗങ്ങളും അടച്ചിടുകയാണ്. ഗേറ്റ് അടച്ചിടും. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇവിടെ നിന്നൊരു അല്പം ലോങ്ങായിട്ടൊരു യാത്ര പോയി. യാത്ര പോകുന്ന സമയത്ത് വഴിയെ നിർത്തി, വണ്ടി നിർത്തി ഒരുത്തനോട് വഴി ചോദിക്കാൻ നോക്കിയാൽ ഒന്നും മിണ്ടുന്നില്ല. അവൻ്റെ ചെവിക്കകത്ത് 2 സാധനം കുത്തിക്കയറ്റി വെച്ചിരിക്കുകയാണ്. ഒന്നും ചോദിക്കാൻ പറ്റില്ല, ഒന്നും മിണ്ടിയില്ല. പിന്നീട് കുറേ ഇങ്ങോട്ട് പോയിട്ട് പിന്നെ ഒരുത്തനെ പിടിച്ചു നിർത്തി ചോദിച്ചപ്പോൾ അവൻ ബംഗാളിയാണ്, അവന് മലയാളം അറിയത്തില്ല. ഇന്നിത് എല്ലാ സ്ഥലങ്ങളും അടച്ചിട്ടിരിക്കുക, ചെവി അടച്ചു വെച്ചേക്കുക. ബസ് കയറിയാൽ അടുത്തിരിക്കുന്നവരോട് വർത്തമാനം പറയാൻ പറ്റത്തില്ല, അവൻ്റെ ചെവിക്കകത്ത് 2 സാധനം കയറ്റി വെച്ചിരിക്കുക. ആരോടും എല്ലായിടും അടച്ചു വെച്ചിരിക്കുക. നമ്മുടെ മനസ്സുകളും ഇന്ന് അടച്ചു വെച്ചിരിക്കുക. ആരോടും തുറക്കാൻ പറ്റില്ല, ആരും തുറക്കുന്നുമില്ല. തുറന്നാൽ അപകടമാണ്. വീട്ടിൽ പോലും മനസ്സ് തുറക്കുന്നില്ല. ഭാര്യ ഭർത്താവിനോട് മനസ്സ് തുറക്കുന്നില്ല, ഭർത്താവ് ഭാര്യയോട് മനസ്സ് തുറക്കുന്നില്ല, പിള്ളേർ മനസ്സ് തുറക്കുന്നില്ല. കല്യാണം കഴിക്കാൻ ക്രമീകരണങ്ങളെല്ലാം ചെയ്ത് വിവാഹം നടത്തുന്നതിൻ്റെ തലേ ദിവസം ഇറങ്ങിപ്പോയ പെണ്ണ് ഇതുവരെ മനസ്സ് തുറന്നില്ല. ഇവിടെ ആരും എങ്ങും തുറക്കാതെ അടച്ചു വച്ചിരിക്കുക. രക്ഷ നേടണമെങ്കിൽ, ദൈവകൃപ പ്രാപിക്കണമെങ്കിൽ, ദൈവ തേജസ് കടന്നു വരുമ്പോൾ ചില തുറക്കലുകൾ ആവശ്യമുണ്ട്. ഇന്ന് രാത്രിയിൽ എൻ്റെ വചനത്തിൽ തുറന്നു വരിക എന്ന വചനത്തിലൂടെ തിരുവചനം പ്രതിപാദിക്കുന്ന തുറക്കപ്പെട്ട 6 അനുഭവങ്ങളെക്കുറിച്ചാണ് ഈ രാത്രിയിലെ ഈ പ്രസംഗ വിഷയം. യഫഥ എന്ന ഹെഡിങ്, തുറക്കപ്പെടേണ്ട അല്ലെങ്കിൽ തുറന്ന 6 അനുഭവങ്ങൾ തിരുവചനം പ്രതിപാദിക്കുന്നത് ശ്രദ്ധിക്കുക. 1, സംഖ്യാപുസ്തകം 22-ാം അധ്യായം 30 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ. കഴുത ബിലയാമിനോട്, ഞാൻ നിന്റെ കഴുതയല്ലോ, ഇക്കാലമൊക്കെയും എൻ്റെ പുറത്തല്ലയോ നീ കയറി നടന്നത്? ഞാൻ എപ്പോഴെങ്കിലും ഇങ്ങനെ നിന്നോട് കാണിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്നവൻ പറഞ്ഞു. അപ്പോൾ യഹോവ ബിലയാമിൻ്റെ കണ്ണു തുറന്നു. യഹോവയുടെ ദൂതൻ വാളൂരി പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് അവൻ കണ്ടു. സാഷ്ടാംഗം വീണു നമസ്കരിച്ചു. യഹോവയുടെ ദൂതൻ അവനോട്, ഈ 3 പ്രാവശ്യം നീ കഴുതയെ അടിച്ചതെന്ത്? ഇതാ ഞാൻ നിനക്ക് പ്രതിയോഗിയായി പുറപ്പെട്ടിരിക്കുന്നു.
നിന്റെ വഴി നാശകരം എന്ന് ഞാൻ കാണുന്നു. സംഖ്യാപുസ്തകം 22-ാം അധ്യായം 30 മുതൽ 32 വരെയുള്ള വചനങ്ങളാണ് വായിച്ചത്. ബിലെയാം എന്ന ഒരു കഥാപാത്രത്തെക്കുറിച്ച് വേദപുസ്തകത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. ഈ സംഖ്യാപുസ്തകം 22-ാം അധ്യായം ഉൾപ്പെടെ 116 പ്രാവശ്യം ബിലെയാം എന്ന മനുഷ്യനെക്കുറിച്ച് വേദപുസ്തകത്തിൽ പരാമർശമുണ്ട്. സംഖ്യാപുസ്തകം 22-ാം അധ്യായം ഉൾപ്പെടെ 116 പ്രാവശ്യം ബിലെയാം എന്ന മനുഷ്യനെക്കുറിച്ച് പരാമർശമുണ്ട്. ബിലെയാമിനെക്കുറിച്ച് പ്രധാനമായി പറയുന്ന 3 വാക്കുകൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. 2 പത്രോസ് 2-ാം അധ്യായം 15-16 വാക്യങ്ങൾ. അവർ നേർവഴി വിട്ട് തെറ്റി ബെയോരിന്റെ മകനായ ബിലെയാമിന്റെ വഴിയിൽ നടന്നു. അവൻ അനീതിയുടെ കൂലി കൊതിച്ചു, എങ്കിലും തൻ്റെ അകൃത്യത്തിന് ശാസന കിട്ടി. ഉരിയാട കഴുത മനുഷ്യവാക്കായി ഉരിയാടി പ്രവാചകന്റെ ബുദ്ധിഭ്രമത്തെ തടുത്തുവല്ലോ. മതി. 2 പത്രോസ് 2-ാം അധ്യായം 15-16 വാക്യങ്ങളാണ് വായിച്ചത്. അവിടെ പറയുകയാണ്, അനീതിയുടെ കൂലി കൊതിച്ച് ബുദ്ധിഭ്രമത്താൽ ഓടിയ ബിലെയാം. അനീതിയുടെ കൂലി കൊതിച്ച് ബുദ്ധിഭ്രമത്താൽ ഓടിയ ബിലെയാം ഉരിയാട കഴുത അവനോട് സംസാരിച്ചു. അതിൻ്റെ അർത്ഥം ഞാൻ പിന്നീട് പറയാം. ബിലെയാമിനെ കുറിച്ച് തിരുവചനത്തിൽ പറയുന്ന 2ാമത്തെ കാര്യം, ആ ബിലെയാമിൻ്റെ വഴി തിരഞ്ഞെടുക്കരുത് എന്നാണ് ഇവിടെ വായിച്ചതിൻ്റെ ഉള്ളടക്കം. 2 യൂദായുടെ ലേഖനം 11-12 വാക്യങ്ങൾ. അവർക്ക് അയ്യോ കഷ്ടം, അവർ കയ്യിൻ്റെ വഴിയിൽ നടക്കുകയും കൂലി കൊതിച്ച് ബിലെയാമിൻ്റെ വഞ്ചനയിൽ തങ്ങളെ തന്നെ ഏൽപ്പിക്കുകയും കോരഹിൻ്റെ മത്സരത്തിൽ നശിച്ചു പോവുകയും ചെയ്യുന്നു. ഇവർ നിങ്ങളുടെ സ്നേഹസദ്യകളിൽ മറിഞ്ഞു കിടക്കുന്ന പാറകൾ. മതി. ബിലെയാമിനെ കുറിച്ച് പറയുക, ബിലെയാമിൻ്റെ വഞ്ചന അവർ സ്നേഹസദ്യകളിൽ മറിഞ്ഞു കിടക്കുന്ന പാറകൾ പോലെയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചോറ് വെക്കുന്നു, ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ അതിനകത്ത് മറഞ്ഞു കിടക്കുന്ന പാറയില്ലേ, പാറക്കഷ്ണം, അതുപോലെയാണ് ബിലെയാം എന്നാണ്. ബിലെയാമിൻ്റെ വഴി നടക്കരുത്. 2ാമത് ബിലെയാമിൻ്റെ വഞ്ചന ഉണ്ടാകരുത്. 3ാമത് വെളിപാട് പുസ്തകം 2-ാം അധ്യായം 14-ാം വാക്യം. വെളിപാട് പുസ്തകം 2:14. എങ്കിലും നിന്നെക്കുറിച്ച് കുറഞ്ഞൊരു കുറ്റം പറവാനുണ്ട്. ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിനും ദുർനടപ്പ് ആചരിക്കേണ്ടതിനും അവരുടെ മുമ്പിൽ ഇടർച്ച വെപ്പാൻ ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബിലെയാമിന്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ അവിടെ നിനക്കുണ്ട്. 7 സഭകളിലെ പെർഗമോസ് എന്ന സഭയ്ക്ക് ദൂതെഴുതുമ്പോൾ ഇവിടെ യോഹന്നാൻ പറയുക, നിനക്ക് നല്ല ചില ഗുണങ്ങളുണ്ട്, പക്ഷെ ഒരു പ്രധാന കുഴപ്പമുണ്ട്. ബിലെയാമിൻ്റെ ഉപദേശം കൈക്കൊള്ളുന്നുവെന്നും അവരെ ഉൾക്കൊള്ളുന്നുവെന്നും ഒരു കുറവ് നിങ്ങൾക്കുണ്ട്. ബിലെയാമിനെ കുറിച്ച് 3 പ്രധാന വാക്കുകളാണ് ഞാൻ പറഞ്ഞത്. 1 2 പത്രോസ് 2:15-16 ബിലെയാമിൻ്റെ വഴി ആ വഴി നടക്കരുത്. 2 യൂദ 11:12 ബിലെയാമിൻ്റെ വഞ്ചന നിങ്ങൾ സ്വീകരിക്കരുത്. 3 വെളിപ്പാട് 2:14 ബിലെയാമിൻ്റെ ഉപദേശം സ്വീകരിക്കരുത്. ആരാണ് ഈ ബിലെയാം? ബിലെയാം ഇസ്രായേലിൽ ദൈവത്തിൻ്റെ പ്രവാചകനായിരുന്നു. ബിലെയാമിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ബിലെയാമിനെ കുറിച്ച് 116 പ്രാവശ്യം തിരുവചനത്തിൽ പറയാൻ കാര്യം, ഇസ്രായേൽ ജനത ചെങ്കടൽ കടന്ന് മുമ്പോട്ട് പോയി. അത്ഭുതകരമായി ചെങ്കടൽ കടന്നു കഴിഞ്ഞ് അടുത്തതായി അവർക്ക് അതിജീവിക്കാനുള്ളത് യെറിഹോവിൻ്റെ മതിലാണ്. അതേക്കുറിച്ച് ഞാൻ മറ്റൊരു പോയിന്റിൽ പറയുന്നുണ്ടെന്ന് വിശദീകരിക്കുന്നില്ല. അവർ യെറിഹോവിൻ്റെ മതിൽ തകർത്തു. ചെങ്കടൽ കടന്നു, യെറിഹോവിൻ്റെ മതിൽ തകർത്തു. അങ്ങനെ ആയുധമേന്താൻ കഴിവുള്ള 6,1730 പുരുഷന്മാർ അവർക്കുണ്ടായിരുന്നു. ഇസ്രായേൽ ജനതയുടെ കൂട്ടത്തിൽ 6,1730 പുരുഷന്മാർ, ആയുധമേന്താൻ കഴിവുള്ള പുരുഷന്മാർ ഉണ്ടായിരുന്നു. 30 ലക്ഷത്തിലധികം സ്ത്രീകളുണ്ടായിരുന്നു. ഇത്രയും വലിയ പട ഇരച്ചു വന്നത് കണ്ടപ്പോൾ മോവാബ്യ രാജാവിന് ഭയമായി. 6 ലക്ഷത്തിൽ ചെല്ലുവാനും ആയുധമേന്താൻ കഴിവുള്ള പുരുഷന്മാരും 30 ലക്ഷത്തിലധികം സ്ത്രീകളും അതിലധികം കുഞ്ഞുങ്ങളുമായി പട ഇരച്ച് കയറി വരുന്നത് കണ്ടപ്പോൾ ബാലാഖ് എന്ന മോവാബ്യ രാജാവിന് ഭയമായി. എങ്ങനെ ഇവരെ തോൽപ്പിക്കണം എന്ന് നോക്കി അവൻ എല്ലാ പണിയും ചെയ്തു. ഒന്നും സംഭവിച്ചില്ല.
അവസാനം അവൻ ആഭിചാരം ചെയ്തു ഇവരെ തളർത്താൻ. ഇസ്രായേലിന്റെ മുന്നേറ്റത്തെ തളർക്കാൻ അവർ ആഭിചാരം ചെയ്തു, മന്ത്രവാദം ചെയ്തു, കൂടോത്രം ചെയ്തു, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ. അവസാനം അതുകൊണ്ടൊന്നും നേടാനായില്ല. അപ്പോൾ ഒരു കാര്യം അവർ കണ്ടുപിടിച്ചു. സംഖ്യാപുസ്തകം 23-ാമത്തെ അധ്യായം 23-ാം വാക്യം. ആഭിചാരം യാക്കോബിന് പറ്റുകയില്ല, ആഭിചാരം യാക്കോബിന് പറ്റുകയില്ല, ലക്ഷണവിദ്യ ഇസ്രായേലിനോട് ഫലിക്കുകയും ലക്ഷണവിദ്യ ഇസ്രായേലിനോട് ഫലിക്കുകയില്ല. അവൻ കണ്ടുപിടിച്ച ഒരു കാര്യം, ആഭിചാരവും ക്ഷുദ്രപ്രയോഗങ്ങളെല്ലാം ചെയ്തു, പക്ഷെ ആഭിചാരം യാക്കോബിന് ഫലിക്കില്ല. ദൈവമക്കൾക്ക് ആഭിചാരം ഫലിക്കില്ല. ആഭിചാരമൊക്കെ ഉണ്ട്, ആഭിചാരത്തിന് ശക്തിയുണ്ട്, പക്ഷേ ആഭിചാരം യാക്കോബിന് ഫലിക്കുകയില്ല. ലക്ഷണവിദ്യ ദൈവമക്കളെ ബാധിക്കില്ല. ഇത് അന്ന് ബാലാക്ക് കണ്ടുപിടിച്ചതും ബിലെയാം ഉപദേശിച്ചതുമായ വചനത്തിലെ വാക്കുകളാണ്. ആഭിചാരം. പക്ഷേ ഇന്നും 2014 വിശ്വാസികളായ പലരും ഇപ്പോഴും ഇത് വിചാരിച്ചുകൊണ്ടിരിക്കുന്നു. എന്ത്? അവനെനിക്ക് ആഭിചാരം ചെയ്തതാണ്, അവനെൻ്റെ കുഞ്ഞുങ്ങൾക്ക് ആഭിചാരം ചെയ്തതാണ്, എൻ്റെ നാത്തുവിന് ആഭിചാരം ചെയ്തതാണ്, അവരെനിക്ക് ലക്ഷണവിദ്യകൾ ചെയ്തതാണ്. ഇവിടെ പറയാണ്, ആഭിചാരം യാക്കോബിന് ഫലിക്കില്ല, ലക്ഷണവിദ്യ ദൈവമക്കളെ ബാധിക്കില്ല. അപ്പോൾ ബാലാക്ക് ഇനിയും ആ പണിയും പറ്റില്ലെന്ന് മനസ്സിലായി. ആഭിചാരം ചെയ്തിട്ട് ഇവന്മാര് തളർത്താൻ പറ്റിയില്ല. ഇനി എന്ത് ചെയ്യും? അങ്ങനെ വന്നപ്പോൾ അവർ ഇസ്രായേൽ ജനതയ്ക്ക് നേതൃത്വം നൽകിയ പ്രവാചകനായ ബിലെയാമിനെ തന്നെ കയറിപ്പിടിച്ചു. ബിലെയാമിനെ പിടിക്കാൻ അവർ ചെയ്തത് എന്താണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. സംഖ്യാപുസ്തകം 22-ാം അധ്യായം 7-ാമത്തെ വാക്യം. മോവാബ്യ മൂപ്പന്മാരും മിദ്യാനെ മൂപ്പന്മാരും കൂടി കയ്യിൽ പ്രശ്നദക്ഷിണയുമായി ബിലെയാമിന്റെ അടുക്കൽ ചെന്നു ബാലാക്കിന്റെ വാക്കുകളെ അവനോട് പറഞ്ഞു. ഇവിടെയാണ് ഇനി എന്ത് ചെയ്യും? അപ്പോൾ അവർ നേതാവായ ദൈവപുരുഷനായ ബിലെയാമിനെ തന്നെ കയ്യിലെടുക്കാൻ ശ്രമിച്ചു. ബിലെയാമിനെ കയ്യിലെടുക്കാൻ മോവാബ്യ മൂപ്പന്മാരും ബാലാക്കിന്റെ വിശ്വസ്തന്മാരുമായ ആളുകളെ നിയോഗിച്ചു. അവർ അവിടെ ചെന്ന് ബിലെയാമിനോട് സംസാരിച്ചത് മാത്രമല്ല, അവർ കാശുമായിട്ടാണ് ചെന്നത്. അതാണ് പറഞ്ഞത്, അവിടെ കാശുമായിട്ട് ചെന്നു. ദൈവപുരുഷന് കാശ് കൊടുത്ത് അവനെ മാറ്റാനായിട്ട് ശ്രമിച്ചു. എന്നിട്ട് ബിലെയാമിനോട് പറയുന്നത് ഇതാണ്: നീ വന്ന് ഇസ്രായേൽ ജനതയെ ശപിക്കണം, നീ വന്ന് ഇസ്രായേൽ ജാതിയെ ശപിക്കണം. അവർ മുകളിലോട്ട് പോകാൻ സമ്മതിക്കരുത്. 6 ലക്ഷത്തെ ചെല്ലുവാനും ഈ ശക്തിയെ ഞങ്ങൾക്കൊന്നും ജയിക്കാൻ പറ്റില്ല. ദൈവപുരുഷനായി നീ പറഞ്ഞാൽ അവർ കേൾക്കും. അതുകൊണ്ട് നീ അവരെ ശപിക്കാൻ വരണം എന്ന് പറഞ്ഞ് കാശ് കൊടുത്ത്, അനീതിയുടെ കൂലി കൊടുത്ത് ഈ ദൈവപുരുഷനെ അവർ വിലയ്ക്ക് വാങ്ങി. രാത്രിയായപ്പോൾ ദൈവത്തിൻ്റെ ആലോചന ബിലെയാമിനുണ്ടായി. 22-ാം അധ്യായം 12-ാം വാക്യം. നിങ്ങൾ സവിസ്തരം ഈ പുസ്തകം വായിക്കണം. ദൈവം ബിലെയാമിനോട് നീ അവരോടുകൂടെ പോകരുത്, ആ ജനത്തെ ശപിക്കുകയും അരുത്, അവർ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ദൈവം തന്റെ ദാസനായ ബിലെയാമിനോട് പറഞ്ഞു, ബിലെയാം, ഈ വന്നവന്റെ കയ്യിലെ കാശ് കണ്ട് നീ മയങ്ങിപ്പോകരുത്, അവരുടെ ഉപദേശത്തിന് നീ നിൽക്കരുത്. നീ 3 കാര്യമാണ് ദൈവത്തിന്റെ ആലോചന അന്ന് രാത്രി ഉണ്ടായത്. നീ അവരോടുകൂടെ പോകരുത്. 2, ഈ ദൈവജനത്തെ ശപിക്കരുത്. 3, അവർ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ഈ അനുഗ്രഹിക്കപ്പെട്ടവർക്കെതിരായി നീ പോകരുത്. പക്ഷേ അനീതിയുടെ കൂലി വധിച്ചവനായ ബിലെയാം ആ ദൈവത്തിന്റെ ആലോചനയെ മറച്ചു കളഞ്ഞിട്ട് അവൻ 2 ബാല്യക്കാരെയും ചേർത്ത് അവന്റെ കഴുതയുടെ പുറത്ത് കയറി അവൻ പോവുകയാണ് മോവാബ് ദേശത്തേക്ക്. മോവാബിലേക്ക് കടന്നു പോകുന്ന സമയം കുറച്ചു നേരം മുമ്പോട്ട് നീങ്ങിയപ്പോ അവിടെ ആ കഴുത ഒഴിഞ്ഞൊഴിഞ്ഞ് മാറാൻ തുടങ്ങി. എടാ, എത്രയോ വർഷങ്ങളായി ഞാൻ ഈ കഴുതയുടെ പുറത്ത് കയറി യാത്ര ചെയ്യുന്നതാ. അവൻ കഴുത എന്ത് ചെയ്യുന്നു അറിഞ്ഞുവിടാം. കഴുത മുമ്പോട്ട് നോക്കുമ്പോൾ കഴുതയുടെ മുമ്പിൽ ആരോ വന്ന് പിടിച്ചു നിർത്തുക, മുമ്പോട്ട് പോകരുത് എന്ന് പറഞ്ഞു. പക്ഷേ ഇവൻ പിന്നെയും അവനെ അടിക്കുക. 3 പ്രാവശ്യം. ഒരു പ്രാവശ്യം കഴുത മറിഞ്ഞ് താഴെ വീണിട്ട് അവൻ കഴുതയെ താഴെയിട്ട് അടിച്ചു. അവസാനം 3ാമത്തെ പ്രാവശ്യമായപ്പോൾ കഴുത ഇവനെയും കൊണ്ട് നേരെ പോയിട്ട് ഒരു മതിലിന്റെ സൈഡിൽ കൊണ്ടുവച്ചിട്ട് അവന്റെ കാല് ഉരച്ച് ചരച്ചു. കാലൊരച്ചപ്പോൾ ദേഷ്യം കൂടി പുള്ളി കഴുതയെ പിന്നെ അടിക്കാൻ തുടങ്ങി. കഴുത എഴുന്നേറ്റ് സംസാരിക്കാൻ തുടങ്ങി. ദൈവവചനത്തിൽ കഴുത ഉരിയാടി, അതാണ് ഇവിടെ വായിച്ചത്. കഴുത ഉരിയാടി, നീ പോകുന്നത് ശരിയല്ലെന്ന് പറഞ്ഞു.
അപ്പോൾ എന്ത് സംഭവിച്ചു നിങ്ങൾക്കറിയാം. അതാണ് ആ കഴുത പറഞ്ഞ വാക്യാണ് ആദ്യം വായിച്ചത്. 22-ാമത്തെ അധ്യായം 30, 31, 32 വാക്യങ്ങൾ ഒരിക്കലും വായിക്കും. 22-ാം അധ്യായം 30, 31, 32 വാക്യങ്ങൾ ആദ്യം വായിച്ച വാക്യമാണ്. അവിടെ കഴുത പറഞ്ഞു, ഇവനോട് ചില വാക്കുകൾ പറയുകയാണ്. അവനിങ്ങനെ നിൽക്കുമ്പോൾ പോകാൻ വയ്യ മുമ്പോട്ടും പുറകോട്ടും. അവിടെ വായിച്ചോ. കഴുത ബിലയാമിനോട്, ഞാൻ നിന്റെ കഴുതയല്ലയോ, ഞാൻ നിന്റെ കഴുതയല്ലയോ, ഇക്കാലമൊക്കെയും ഞാൻ പുറത്തല്ലയോ, ഇക്കാലമൊക്കെ എന്റെ പുറത്തല്ലയോ കയറി നടന്നത്, നീ കയറി നടന്നത്, ഞാൻ എപ്പോഴെങ്കിലും ഇങ്ങനെ നിന്നോട് കാണിച്ചിട്ടുണ്ടോ, ഞാൻ എപ്പോഴെങ്കിലും ഇങ്ങനെ നിന്നോട് കാണിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് അവൻ പറഞ്ഞു. അപ്പോൾ യഹോവ ബിലയാമിന്റെ കണ്ണ് തുറന്നു. യഹോവയുടെ ദൂതൻ വാൾ ഊരി പിടിച്ചു നിൽക്കുന്നവൻ കണ്ടു. ശ്രദ്ധിക്കൂ, അവിടെ എന്തുകൊണ്ടാണ് കഴുത മുമ്പോട്ട് പോകാതിരുന്നത്? കഴുത എന്തുകൊണ്ടാണ് ഇവനെ തള്ളിയിട്ടത്? കഴുത എന്തുകൊണ്ടാണ് അവന്റെ കാല് മതിൽ വെച്ച് ഞെരിച്ചത്? അപ്പോഴെല്ലാം ഇവൻ അടിക്കുക. കഴുത ഗതികേട് കൊണ്ട് ദൈവശക്തി പ്രാപിച്ച് കഴുത എഴുന്നേറ്റ് പറഞ്ഞു, ഹേയ് ബിലയാം, എത്രയോ വർഷങ്ങളായി നിങ്ങളെ കൊണ്ട് ഞാൻ എവിടൊക്കെ പോയിരിക്കുന്നു. നിന്നെ വഹിക്കുന്ന വാഹനമല്ലേ ഞാൻ? ഇത്രയും നാളായിട്ട് നിന്നെ തള്ളിയിട്ടിട്ടുണ്ടോ? ഇത്രയും നാളായിട്ട് നിന്റെ കാല് ഞാൻ ഞെരിച്ചിട്ടുണ്ടോ? ഇത്രയും നാൾ നീ അടിക്കുന്നിടത്തൂടെ ഞാൻ പോയിട്ടില്ലേ? പിന്നെ എന്തുകൊണ്ട് നീ കണ്ടോ? ഇതാ ഉടനെ ബിലയാമിന്റെ കണ്ണ് തുറന്നു. കാണുമ്പോൾ കാണാം, ദൈവത്തിന്റെ ദൂതൻ ഊരിപ്പിടിച്ച വാളുമായി അവിടെ നിൽക്കുന്നു. ബിലയാം, നീ ദൈവപുരുഷനാണ്, നീ ദൈവത്തിന്റെ പ്രവാചകനാണ്, നിന്റെ വഴി ശരിയല്ല. ഇത് കാണിക്കാൻ നിൽക്കുകയാണ് അവിടെ ദൈവത്തിന്റെ ദൂതൻ. ദൈവത്തിന്റെ ആലോചന പറഞ്ഞതാണ്, നീ ഈ വഴി പോകരുത്, എൻ്റെ ജനത്തെ ശപിക്കാൻ പോകരുത്, അവർ അനുഗ്രഹിക്കപ്പെട്ടവരാണെന്ന് പറഞ്ഞതാണ്. പക്ഷെ അനീതിയുടെ കൂലി കുതിച്ച ദൈവപുരുഷനായ ബിലയാം ദൈവത്തിന്റെ വഴി വിട്ട് അവൻ പോവുകയാണ്. അവിടെയാണ് അവിടെ ഊരിപ്പിടിച്ച വാളുമായി നിന്നു. അവന്റെ കണ്ണ് തുറന്നു. യഫഥ, ദൈവാലോചന വിട്ട് യാത്ര ചെയ്യുന്ന യാത്രക്കാരാ, ദൈവം നിന്റെ കണ്ണ് തുറന്നെങ്കിൽ മാത്രമേ മുമ്പ് നിൽക്കുന്ന ഇതിനെ കാണാനാവുള്ളൂ. എന്നിട്ട് എന്ത് സംഭവിച്ചെന്നോ? ഇവൻ പക്ഷേ പിന്നെയും പോയി. അത് കഴിഞ്ഞിട്ട് അവൻ അവിടേക്ക് കടന്നു പോവുക. കടന്നുപോയതിന് ശേഷം മാറി നടന്നു, താഴെ വീണു, ഇതെല്ലാമായി കുറേ നേരം അടിയൊക്കെ കൊടുത്തു. അവസാനം അവിടെ ചെന്നപ്പോൾ പറഞ്ഞു ശപിക്കണമെന്ന്. ഒടുവിൽ ദൈവം അവനോട് ഇടപെട്ട് പറഞ്ഞു, നീ എന്തായാലും ഇറങ്ങി തിരിച്ചില്ലേ, നീ പൊക്കോ ഇനിയിപ്പോൾ. പക്ഷെ ഒരു പ്രശ്നം, നീ അവിടെ ചെല്ലുന്നത് കൊള്ളാം, പക്ഷേ ഒന്നും എൻ്റെ ജനത്തിനെതിരായി സംസാരിക്കരുത്. അവൻ പിന്നെ അവിടെ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ ആലോചന ശ്രദ്ധിച്ചോ. 24-ാമത്തെ അധ്യായം 10-11 വാക്യങ്ങൾ. അപ്പോൾ ബാലാക്കിന്റെ കോപം ബിലയാമിന്റെ നേരെ ജ്വലിച്ചു. അവൻ കൈ ഞെരിച്ചു ബിലയാമിനോട്, എന്റെ ശത്രുക്കളെ ശപിപ്പാൻ ഞാൻ നിന്നെ വിളിപ്പിച്ചു, നീയോ ഇവരെ ഈ 3 പ്രാവശ്യം ആശീർവദിക്കത്രേ ചെയ്തിരിക്കുന്നു. ഇപ്പോൾ നിന്റെ ദേശത്തേക്ക് ഓടിപ്പോക, നിന്നെ ഏറ്റവും ബഹുമാനിപ്പാൻ ഞാൻ വിചാരിച്ചിരുന്നു. മതി. അവിടെ ശപിക്കാനായിട്ട് കാശം കൊടുത്ത് വിളിച്ചുകൊണ്ടുപോയ ബിലയാം അവിടെ ചെന്നപ്പോൾ അവസാനം ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് വിരുദ്ധമായി എത്ര ഇറങ്ങിയാലും അവസാനം ദൈവ ഉദ്ദേശത്തെ കൊണ്ടെത്തിക്കുള്ളൂ. ഒടുവിൽ എന്ത് ചെയ്യുന്നറിയാമോ? ദൈവത്തിന് ഇവിടെ ഇസ്രായേലിന് എതിരായി സംസാരിക്കാൻ പോയ ബിലയാം അവിടെ എഴുന്നേറ്റ് നിന്ന് 3 പ്രാവശ്യം തൻ്റെ ജനത്തെ അനുഗ്രഹിക്കുകയാണ്. ഉടനെ ബാലാക്ക്, താൻ എന്ത് പണിയടോ കാണിച്ച്? കാശും കൊടുത്ത് ഇത്രയും മെനക്കെട്ട് ഞാൻ നിന്നെ വിളിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്ന് ഈ പണി കാണിക്കാനാണോ? 3 പ്രാവശ്യം നിന്നോട് ഞാൻ പറഞ്ഞു ഈ ജനത്തെ ശപിക്കണം നീ, എന്നിട്ട് വിളിച്ചുകൊണ്ട് വന്നവനെ അവസാനം അവർ തമ്മിൽ ഉടക്കി. ബാലാഖും ബിലയാമും തമ്മിൽ ഉടക്കി. അവിശുദ്ധ കൂട്ടുകെട്ടുകൾ തകർന്നു പോകുന്നു. അവിടെ ദൈവികമല്ലാത്ത കാര്യത്തിന് വേണ്ടിയാണ് അവൻ പോയത്. പക്ഷേ ഒടുവിൽ അവർ തമ്മിൽ ഉടക്കായിപ്പോയി. വിളിച്ചുകൊണ്ടുപോയവനും കാശ് കൊടുത്തവനും ഇതിനെ ഇറങ്ങിത്തിരിച്ചവനും തമ്മിൽ ഉടക്കായി. അങ്ങനെ ഒന്നും സംഭവിച്ചില്ല. ഒടുവിൽ ദൈവജനം സുരക്ഷിതമായി. ഈ ബിലയാമിനെ കുറിച്ച് ദൈവവചനം 116 പ്രാവശ്യം പറഞ്ഞു, സ്നേഹിത, നിന്റെ വിളിയും തെരഞ്ഞെടുപ്പും നീ മറക്കരുത്. നിന്നെ വിളിച്ചിരിക്കുന്ന വിളി എന്താണെന്ന് നീ മറന്നുപോകരുത്. അതുകൊണ്ട് ബിലയാമിൻ്റെ ഉപദേശത്തിൽ പോകരുത്, ബിലയാമിൻ്റെ വഞ്ചനയിൽ ജീവിക്കരുത്, ബിലയാമിൻ്റെ വഴി തെരഞ്ഞെടുക്കരുത്. പക്ഷേ അവിടെ കടന്നുപോയപ്പോൾ ഇവനിത് കാണാൻ പറ്റിയില്ല. ഇത് കാണണമെങ്കിൽ ദൈവ വഴി തിരിച്ചറിയണമെങ്കിൽ കണ്ണു തുറക്കണം. യഫഥ,
കണ്ണ് തുറന്നെങ്കിൽ മാത്രമേ ദൈവവഴി നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ. ഈ രാത്രി നമ്മൾ എന്തിനാണ് തിരുവചനം? നമ്മുടെ കണ്ണ് തുറക്കാനാണ്. കർത്താവേ, നിൻ്റെ ആലോചനയുടെ മുമ്പിൽ എൻ്റെ കണ്ണ് തുറക്കാൻ സഹായിക്കണം. അവിടെ പോകരുതെന്ന് പറഞ്ഞ് കഴുതയിട്ട് അടിക്കുകയായിരുന്നവൻ. ഈ വണ്ടി ഇവനെ കുറേ നാൾ കൊണ്ടുകിടുന്നത് ഈ കഴുതയാണ്. നമ്മൾ യാത്ര ചെയ്യുന്ന ബൈക്കിനോട് അല്ലെങ്കിൽ കാറിനോട് ചോദിച്ചാൽ എന്തൊക്കെ കഥകൾ പറയാൻ കാണും. എവിടെയൊക്കെ പോയ എൻ്റെ കഥ, അതിനൊക്കെ സംസാരിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ എന്തൊക്കെ പറഞ്ഞേനേയും. എന്നെ എത്ര പ്രാവശ്യം ഷാപ്പിൻ്റെ മുമ്പിൽ ഇയാൾ കൊണ്ടിട്ടു, എത്ര പ്രാവശ്യം എന്നെ പോകേണ്ടടുത്ത് കൊണ്ടിട്ടു, എത്ര പ്രാവശ്യം എന്നെ അവിടെ ഇവിടെ കൊണ്ടിട്ടു, എവിടെയൊക്കെ പോകരുതെന്ന് പറഞ്ഞിടത്തെല്ലാം ഈ വണ്ടി കൊണ്ടിട്ടു എന്നെ. അതാണ് ഈ കഴുതയ്ക്ക് വർത്തമാനം പറയാൻ പറ്റിയപ്പോഴാണ് ഈ കാര്യം മനസ്സിലായത്. നമ്മുടെ ബൈക്കുകൾക്കും കാറുകൾക്കും വർത്തമാനം പറയാൻ പറ്റാത്തത് കൊണ്ട് ഭാഗ്യമുള്ളവരാണ് നമ്മൾ. ഇവിടെയാണ് യഫഥ, കണ്ണ് തുറക്കണം സ്നേഹിത. ദൈവദർശനം കാണാൻ, ദൈവാലോചനയെ നിഷേധിച്ച് യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണ് തുറന്നെങ്കിലേ മുമ്പിൽ നിൽക്കുന്ന ഊരിപ്പിടിച്ച വാളുകളുമായി നിൽക്കുന്ന ദൈവദൂതനെ കാണാൻ ആവുള്ളൂ. അവിശുദ്ധ കൂട്ടുകെട്ടുകൾ നിലനിൽക്കില്ല. ഇതാണ് നമ്മുടെ തുറക്കപ്പെടേണ്ട ഒന്നാമത്തെ അവസ്ഥ. ദൈവത്തിൻ്റെ ദർശനം കാണാൻ നമ്മുടെ കണ്ണ് തുറക്കണം. ദൈവാലോചന കാണാൻ തുറന്ന ബിലെയാമിൻ്റെ കണ്ണുകൾ. സെക്കൻഡ്, 2 രാജാക്കന്മാർ 6-ാമത്തെ അധ്യായം 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. ദൈവപുരുഷന്റെ ബാല്യക്കാരൻ രാവിലെ എഴുന്നേറ്റ് പുറത്തിറങ്ങിയപ്പോൾ ഒരു സൈന്യം കുതിരകളും രഥങ്ങളുമായി പട്ടണം വളഞ്ഞിരിക്കുന്നത് കണ്ടു. ബാല്യക്കാരൻ അവനോട്, അയ്യോ യജമാനെ, നാം എന്തു ചെയ്യും എന്ന് പറഞ്ഞു. അതിനവൻ, പേടിക്കേണ്ട, നമ്മോട് കൂടെയുള്ളവർ അവരോട് കൂടെയുള്ളവരെക്കാൾ അധികം എന്ന് പറഞ്ഞു. പിന്നെ എലീശ പ്രാർത്ഥിച്ചു, യഹോവേ, ഇവൻ കാണത്തക്കവണ്ണം ഇവന്റെ കണ്ണു തുറക്കണമേ എന്ന് പറഞ്ഞു. യഹോവ ബാല്യക്കാരന്റെ കണ്ണു തുറന്നു. എലീശയുടെ ചുറ്റും അഗ്നിമയമായ കുതിരകളും രഥങ്ങളും കൊണ്ട് മല നിറഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു. 2 രാജാക്കന്മാർ 6-ാം അധ്യായം 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ് വായിച്ചത്. 6-ാം രാജാവ് തൻ്റെ ദൗത്യം നിർവഹിക്കുന്ന കാലം ഇസ്രായേലിനെതിരായി പല യുദ്ധക്രമങ്ങളും ക്രമീകരണങ്ങളും അവൻ ക്രമീകരിച്ചു. പക്ഷേ അവൻ ഏത് മാർഗങ്ങൾ ക്രമീകരിച്ചാലും അതെല്ലാം ചോർന്നു പോവുകയാണ്, ഇതെല്ലാം തകർന്നു പോവുകയാണ്, ഉണ്ടാക്കുന്ന പ്ലാനെല്ലാം പൊട്ടിപ്പോവുകയാണ്. അങ്ങനെ വന്നപ്പോൾ 6-ാം രാജാവ് ചോദിച്ചു, എങ്ങനെയാണ് ഇതെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നത്? ഉടനെ അവർ പറഞ്ഞു, സർ, അങ്ങയുടെ രാജ്യത്ത് ഒരു ദൈവപുരുഷനുണ്ട്, ഏലീശ എന്ന പ്രവാചകൻ. അവനിതെല്ലാം കാണാൻ ദീർഘദർശനമുള്ളവനാണ്. ഏലീശ ആരാടോ ഏലീശ? 6-ാം രാജാവ് സൈന്യത്തെ അയച്ചു. ഏലീശ പാർക്കുന്ന ദോഥാനിലാണ്. ദോഥാനിൽ കടന്നു ചെന്ന് അവിടെ മുഴുവൻ സൈന്യവും ഏലീശായുടെ വീടിന് ചുറ്റും പാളയമിറങ്ങി. നേരം വെളുത്ത് രാവിലെയായപ്പോൾ അവൻ്റെ ബാല്യക്കാരൻ എഴുന്നേറ്റു. അവൻ രാവിലെ എഴുന്നേറ്റ് കണ്ണു തുറന്നപ്പോൾ, യജമാനനെ, ദേ ഈ മല മുഴുവൻ സൈന്യം വളഞ്ഞിരിക്കുന്നു, നമ്മെ പിടിക്കാൻ വന്നിരിക്കുക, എന്ത് ചെയ്യണം? പേടിച്ചുപോയി. പക്ഷേ ഒന്നും അനങ്ങാതെ അവിടെ നിശബ്ദനായി നിൽക്കുന്ന പ്രവാചകൻ ഇവനോട് പറഞ്ഞു, കുഞ്ഞെ, നീ മിണ്ടണ്ട. സർ, ദേ ഇവിടെ നിൽക്കുന്നു ആയിരങ്ങൾ. എലീശ ഒരു പ്രാർത്ഥന മാത്രം പ്രാർത്ഥിച്ചു, കർത്താവേ, ഇവൻ്റെ കണ്ണ് തുറക്കണേ. ആരുടെ? ഈ ബാല്യക്കാരൻ്റെ, എൻ്റെ ജോലിക്കാരൻ്റെ കണ്ണ് തുറക്കണേ. അല്ല, അവൻ കണ്ണു തുറന്നിട്ടല്ലേ ഇതെല്ലാം കണ്ടത്? അതെ, ലോകത്തിൻ്റെ കണ്ണുകൾ നോക്കുമ്പോൾ ശത്രുവിനെ കാണാൻ പറ്റുള്ളൂ. ദൈവപുരുഷൻ പ്രാർത്ഥിച്ചപ്പോൾ അവൻ്റെ കണ്ണ് തുറന്നപ്പോൾ പറഞ്ഞു, ദേ അഗ്നിമയമായ ദൈവദൂതന്മാർ ഇവിടെ മുഴുവനായി നിൽക്കുന്നു. എലീശ പറഞ്ഞു, അവരോടുകൂടെ ഉള്ളതിനേക്കാൾ അധികം നമ്മോടുകൂടിയുണ്ട്. അതാണ് അഗ്നിസേന, അതാണ് ദൈവദൂതന്മാരുടെ സംഘം. പക്ഷെ അത് കാണണമെങ്കിൽ നമ്മുടെ കണ്ണ് തുറക്കണം. ആത്മീയ കണ്ണ് തുറന്നില്ലെങ്കിൽ നമ്മൾ ഈ ശത്രുക്കളെ കണ്ട് ഭയന്നു പോകും. അതുകൊണ്ട് എലീശ പ്രാർത്ഥിച്ചു, കർത്താവേ, ഇവൻ്റെ കണ്ണ് തുറക്കണേ. യഫഥ. അവസാനം അവൻ്റെ കണ്ണ് തുറന്നു. ഇത് കണ്ടു. എന്ത് സംഭവിച്ചെന്നോ, ആയിരക്കണക്കിന് അവിടെ കൂടിയിരുന്ന ജനങ്ങളെയെല്ലാം അവരെല്ലാം പ്രവാചകനെ കൊല്ലാനും പിടിക്കാനും വന്നതാണ്. ഒടുവിൽ പ്രവാചകൻ ഇവർക്ക് അന്ധത വരുത്തി. ഇവന്മാർക്കൊന്നും ഇപ്പോൾ കണ്ണാണമയാണ്, പിടിക്കാൻ വന്നവനൊന്നും കണ്ണാണമയ്യ. അവന്മാരെ എങ്ങോട്ട് പോകണമെന്ന് അറിഞ്ഞുകൂടാ. എലീശായെ പിടിക്കണോ, ആരെ പിടിക്കണോ, എവിടെ പിടിക്കണമെന്ന് അറിഞ്ഞുകൂടാ, എങ്ങോട്ട് പോകണമെന്ന് അറിഞ്ഞുകൂടാ. ഒടുവിൽ ഇവൻ തന്നെ കയ്യെ പിടിച്ചുകൊണ്ട്, എലീശ തന്നെ കയ്യെ പിടിച്ചുകൊണ്ട് അങ്ങോട്ട് പോയി. അവൻ്റെ നാട്ടിൽ നിന്ന് വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് പറഞ്ഞു, എവിടെ നിൻ്റെ വഴി ഇതല്ല, നിൻ്റെ പട്ടണം ഇതല്ല, പതുക്കെ ഇവിടെ എന്നോളം പറഞ്ഞു. അവൻ്റെ നാട്ടിൽ നിന്നേ പോയി. അവസാനം എന്ത് വേണമെന്ന് അറിഞ്ഞുകൂടാ. ദൈവമക്കളെ,
അവൻ്റെ അന്ധത പിടിച്ചു. അവർക്ക് കണ്ണ് കാണാൻ പറ്റിയില്ല. അവരവിടെ നിന്ന് മാറുകയാണ്. ദൈവവചനം പ്രതിപാദിക്കുന്ന രണ്ടാമത്തെ യഫഥ, കണ്ണു തുറന്നു. എന്തിന്? ശത്രുക്കളുടെ മധ്യേ ദൈവ സാന്നിധ്യം കാണണമെങ്കിൽ നമ്മുടെ കണ്ണ് തുറക്കണം. ശത്രുക്കളുടെ മധ്യേ ദൈവ സാന്നിധ്യം കാണണമെങ്കിൽ നമ്മുടെ കണ്ണ് തുറക്കണം. നമ്മുടെ ആത്മീയ കണ്ണ് തുറന്നാൽ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ശത്രുക്കളല്ല, അതിലുപരി എന്നെ സംരക്ഷിക്കുന്ന സേനകളാണ് ചുറ്റും എന്ന് തിരിച്ചറിയാൻ അപ്പോഴേ പറ്റുള്ളൂ. എന്നാൽ പിന്നെ എന്തിനാണ് ഈ പ്രതിസന്ധികളൊക്കെ? അതിന് നഹും എന്നൊരു പ്രവാചകനുണ്ട്. നമ്മൾ അധികം വായിക്കാത്ത പുസ്തകമാകാം. 1-ാം അധ്യായം 3-ാമത്തെ വാക്യം. യഹോവ ദീർഘക്ഷമയും മഹാശക്തിയുമുള്ളവൻ, അവൻ ഒരിക്കലും ശിക്ഷിക്കാതെ വിടുകയില്ല. യഹോവയുടെ വഴി ചുഴലിക്കാറ്റിലും കൊടുങ്കാറ്റിലുമുണ്ട്. യഹോവയുടെ വഴി, നഹും 1-ാം അധ്യായം 3-ാം വാക്യം. യഹോവയുടെ വഴി ചുഴലിക്കാറ്റിലും കൊടുങ്കാറ്റിലും ഉണ്ട്. നമ്മുടെ വിചാരം ദൈവത്തിൻ്റെ വഴി എപ്പോഴും സന്തോഷകരം മാത്രമായിരിക്കും എന്നാണ്. ദൈവത്തിൻ്റെ വഴി എപ്പോഴും അനന്തകരം മാത്രമായിരിക്കും എന്നാണ്. ദൈവത്തിൻ്റെ വഴി പ്രോബ്ലം ഇല്ലാത്ത വഴിയായിരിക്കും എന്നാണ്. ഇവിടെ പറയുകയാണ് യഹോവയുടെ വഴി ചുഴലിക്കാറ്റിലും കൊടുങ്കാറ്റിലുമുണ്ട്. ചുഴലിക്കാറ്റിൻ്റെ പ്രത്യേകത എന്താ? ചുഴലിക്കാറ്റ് ചുഴറ്റി കറക്കി 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 അടിച്ച് നശിപ്പിക്കും. ജീവിതം കറങ്ങി 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 നശിക്കുകയാണ്. ഒരു ഗോത്രപിതാവായ മനുഷ്യൻ, അവൻ്റെ ജീവിതത്തിൻ്റെ കഥകൾ വളരെയാണ്, ഞാൻ വിശദീകരിക്കുന്നില്ല. ഒരു ദിവസമായപ്പോൾ അവൻ്റെ മകനെ കാണാനില്ല. അവൻ ആടിനെ തീറ്റാൻ പോയ സഹോദരങ്ങളെ തേടിപ്പോയി, തിരിച്ചു കണ്ടില്ല. അവനെ മൃഗം പിടിച്ചു കൊന്നു. പിന്നീട് ഭക്ഷണമില്ലെന്ന് പറഞ്ഞപ്പോൾ അവിടെ സഹോദരങ്ങളെ തിരക്കി അവിടെ വിശ്രയദേശത്ത് ധാന്യം കൊള്ളാൻ പോയി. അവിടെ ഒരുത്തനെ പിടിച്ച് ജയിലിലിട്ടു. അവർ പറഞ്ഞു, ഞങ്ങളിനി ഇളയവനെ കൂടെ കൊണ്ടുവരാൻ വരാമെന്ന് പറഞ്ഞ് അവനെയും പിടിച്ചുകൊണ്ട് പോകാമെന്നിരിക്കുക. ഒരു പുരുഷ കേസരിയായ ദൈവപുരുഷൻ പറഞ്ഞു, കർത്താവേ, നിങ്ങളെല്ലാവരോട് എന്നെ മക്കളില്ലാത്തവനാക്കുന്നു. നിങ്ങൾ എല്ലാം പ്രതികൂലം തന്നെ. കറങ്ങി കറങ്ങി അടിക്കുകയാണ് കുടുംബത്തെ പ്രശ്നങ്ങൾ. അവൻ്റെ ഇഷ്ടപ്പെട്ട മോനെ കണ്ടില്ല, വേറെ ഒരുത്തനെ ജയിലിൽ പിടിച്ചിട്ടു, ഏറ്റയിളയവനെയും പിടിച്ചുകൊണ്ടുപോവുക. എല്ലാം പോയി. യഹോവേ, സകലവും പ്രതികൂലം. കറങ്ങിയ ചുഴലിക്കാറ്റ്. പക്ഷെ നാളുകൾ കഴിഞ്ഞപ്പോൾ കാണാം, ഒരു രഥം വന്ന് അവൻ്റെ വീടിൻ്റെ മുമ്പിൽ നിന്നു. ഇതെന്താണ്? ഇതേ മിസ്രൈമിലെ സിവിൽ സപ്ലൈസ് മിനിസ്റ്ററാണ് നിന്റെ നഷ്ടപ്പെട്ടു പോയെന്ന് പറയുന്ന മകൻ. അപ്പനെ കൂട്ടിക്കൊണ്ടുപോകാൻ രഥം വിട്ടിരിക്കുകയാണ്. ദൈവമക്കളെ, അവിടെയാണ് ദൈവദർശനം. യഹോവയുടെ വഴി ചുഴലിക്കാറ്റിലും യഹോവയുടെ വഴി കൊടുങ്കാറ്റിലുമുണ്ട്. കൊടുങ്കാറ്റിൻ്റെ പ്രത്യേകത, കൊടുങ്കാറ്റ് എല്ലാം അടിച്ച് തകർത്ത് അതിന് ചൂടും ഇല്ലാതെയാക്കും. നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിച്ചാൽ മതി, ഞാൻ വിശദീകരിക്കുന്നില്ല, സമയമില്ലാത്തതുകൊണ്ട്. ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ്, അപ്പോസ്തല പ്രവർത്തികൾ 27-ാം അധ്യായം 14 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ, ഒരിക്കൽ ഇങ്ങനെ വളരെ നാൾ ചെന്ന ശേഷം നോമ്പും കഴിഞ്ഞിരിക്കെ കപ്പലോട്ടം വൈഷമ്യമാകൊണ്ട് പൗലോസ്, സ്നേഹിതരെ, ഈ യാത്രയെ നമ്മുടെ ചരക്കിനും കപ്പലിനും മാത്രമല്ല നമ്മുടെ പ്രാണങ്ങൾക്കും ഏറിയ കഷ്ടനഷ്ടങ്ങൾ വരുമെന്ന് ഞാൻ കാണുന്നു എന്നവരെ പ്രബോധിപ്പിച്ചു. ശതാധിപനോ പൗലോസ് പറഞ്ഞതിനേക്കാൾ മാലിന്യയുടെയും കപ്പലോടമസ്ഥൻ്റെയും വാക്ക് അധികം വിശ്വസിച്ചു. ആ തുറമുഖം ശീതകാലം കഴിക്കാൻ തക്കതല്ലാകിയാൽ തെക്ക് പടിഞ്ഞാറായി തുറന്നു കിടക്കുന്ന